നമുക്ക് ഡാവിഞ്ചി റിസോൾവ് സ്റ്റുഡിയോ ഫ്യൂഷൻ്റെ അകത്ത് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട 10 നോഡുകളാണ് പറയുന്നത്. ഇത് നിങ്ങൾക്ക് ഒരു പക്ഷേ അറിയുന്നതായിരിക്കാം, അല്ലെങ്കിൽ അറിയാത്തതായിരിക്കാം. നിങ്ങൾക്ക് അറിയുന്നതാണ് ഇത് മുഴുവനെങ്കിൽ നിങ്ങൾ ന്യൂബി അല്ല, നിങ്ങൾ അത്യാവശ്യം കാര്യങ്ങൾ പഠിച്ച ഒരാളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അറിയാത്തത് വരികയാണെങ്കിൽ നിങ്ങൾ ഒരു പുതിയ ആളാണ്, നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ഇനിയും പഠിക്കാനുണ്ടെന്ന് മനസ്സിലാക്കാം. അതുപോലെ ഈ 10 നോഡുകൾ മാത്രമല്ല ഇമ്പോർട്ടൻ്റ്. Like and subscribe. ഇപ്പോൾ ഇതിൽ പറഞ്ഞു കൊള്ളിക്കാൻ പറ്റുന്ന 10 നോട്ടുകളെ കുറിച്ച് പറയുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഡാക്കൂൾ VFX സ്റ്റുഡിയോ. ഇതിനായും തന്നെ ഇവിടേക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് നോട്ടിനെ ആഡ് ചെയ്യാണ്. എങ്ങനെയാണ്? ഷിഫ്റ്റ് സ്പേസ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മെനു കിട്ടില്ല. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാലോ. ഇതിൽ ഞാൻ BG എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ബാക്ക്ഗ്രൗണ്ട് നോട്ട് കിട്ടും. ഈ ബാക്ക്ഗ്രൗണ്ട് നോട്ടിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? നമുക്ക് എന്തെങ്കിലും കളേർഡ് ആയിട്ടുള്ള സംഭവങ്ങൾ ആഡ് ചെയ്യണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് നോട്ടിനെ ആഡ് ചെയ്യാം. ഇത് കാണുമ്പോൾ സിമ്പിൾ ആണെങ്കിൽ ഇത് ഒരുപാട് യൂസ്ഫുൾ ആണ്. ഇതിൻ്റെ കളർ എങ്ങനെയാണ് മാറ്റുന്നത് അറിയാം. ബാക്ക്ഗ്രൗണ്ടിൽ ക്ലിക്ക് ചെയ്ത് ഇൻസ്പെക്ടറിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്ത് നമുക്ക് വേണ്ട ഒരു കളറിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഇത് നമ്മൾ സോളിഡ് കളർ മാത്രമല്ല, ഇവിടുന്ന് മാറ്റിയിട്ട് ഹൊറിസോണ്ടൽ എന്നുള്ളൊരു ഓപ്ഷൻ ആക്കി കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ ഗ്രേഡിയന്റ് കിട്ടും. കണ്ട, 2 കളറായിട്ട് കണ്ട, ഒരു ഭാഗം ബ്ലാക്കും അതേപോലെ ഒരു ഭാഗം കളറും ആയിട്ടാണ് നിങ്ങൾക്ക് ആദ്യം കിട്ടുക. അപ്പോൾ താഴെ ഒരു ബോക്സും കൂടെ ഇതേപോലെ വരും. ലെഫ്റ്റ് നിന്ന് കണ്ട ഇവിടെ, അതേപോലെ റൈറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇതിൻ്റെ അത് നമുക്ക് ഗ്രേഡിയന്റ് കളറുകൾ ഇങ്ങനെ മാറ്റിയെടുക്കാം. ഇനിയും ഓപ്ഷൻ ഉണ്ട്. ഹൊറിസോണ്ടൽ മാറ്റി വെർട്ടിക്കൽ ആണെങ്കിൽ ഇതിങ്ങനെ താഴെയും മേലെയായിട്ട് വരും 2 കളറുകൾ. ഓക്കെ അല്ലേ? ഇവിടെ നിങ്ങൾക്ക് വേണ്ട ഒരു കളറുകൾ കോമ്പിനേഷൻ കൊണ്ടുവരാൻ പറ്റും. ഇനി ഇതിനെയും മാറ്റി 4 കോർണർ ആക്കിയാലോ? 4 കോർണർ ആക്കി കഴിഞ്ഞാൽ 4 കോർണർ പൊസിഷനിൽ നിങ്ങൾക്ക് 4 ടൈപ്പ് കളർ കൊണ്ടുവരാൻ പറ്റും. ഇതൊക്കെ ഒരേ കളറാണ്. എങ്ങനെയുണ്ടാ ഇതുപോലത്തെ ഗ്രേഡിയൻറ്റുകളൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരാൻ പറ്റും 4 കോർണർ. പിന്നെ ഗ്രേഡിയൻറ്റ് സാധാ ഗ്രേഡിയൻ്റ് ആണ്. നമുക്ക് ഇതേപോലെ ഗ്രേഡിയൻറ്റിൻ്റെ അകത്ത് വന്നിട്ട് ഗ്രേഡിയൻറ്റും ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. സാധാ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഗ്രേഡിയൻറ്റ്. പിന്നെ അതിനെ നമുക്ക് കളേർഡ് ആക്കി കൊണ്ടുപോകണമെങ്കിൽ ഈ കളേർഡ് നമ്മൾ ഫസ്റ്റ് ചെയ്ത ഗ്രേഡിയൻറ്റ് ഇത് തന്നെയാണ് ഈ ഹൊറിസോണ്ടൽ എന്നുള്ള ഈ സംഭവം വരുന്നത്. ഓൾമോസ്റ്റ് ഒന്ന് തന്നെയാണ്. ഗ്രേഡിയൻ്റ് ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടിയും സെറ്റിങ്സുകൾ കൂടുതൽ കിട്ടും. സിമ്പിളായിട്ട് ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് സോളിഡ് കളറുകളും ബാക്ക്ഗ്രൗണ്ട് ഗ്രേഡിയൻറ്റുകളും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നോഡ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി അടുത്തൊരു മെയിൻ നോഡാണ് മൾട്ടി പോളി എന്ന് പറയുന്നൊരു മാസ്ക്. നമുക്ക് ഇവിടുന്ന് ഡ്രാഗ് ചെയ്ത് ഇവിടേക്ക് ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ ഷിഫ്റ്റ് സ്പേസ് അടിച്ച് MULTI എന്ന് അടിച്ച് കഴിഞ്ഞാൽ മൾട്ടി പോളി എന്ന് പറഞ്ഞ ഈ ഒരു നോഡ് കാണാൻ പറ്റും. അതിനെ ആഡ് ചെയ്യാം. ഈ മൾട്ടി പോളി നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ചെറിയ ചെറിയ ഷേപ്പുകളൊക്കെ വരച്ചെടുക്കാൻ പറ്റും. മൾട്ടി പോളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ മാസ്കുകൾ ഒരു വീഡിയോയിൽ ഒരു മാസ്ക് ഉപയോഗിച്ചാണ് ചെയ്യാനാണ്. എക്സാമ്പിളായിട്ട് കാണിച്ചു തരാം. ഞാൻ ഇവിടുന്ന് ഒരു പോയിന്റ് ഇവിടേക്ക് വരച്ചു. ഇതേപോലെ ഞാനൊരു മാസ്ക് ഇവിടെ ആഡ് ചെയ്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ആഡ് ചെയ്യാം കേട്ടോ. ഈ ഒരു കുളത്ത് തന്നെ എനിക്ക് ഒരു മാസ്ക് കൂടെ ആഡ് ചെയ്യണമെങ്കിൽ ഞാൻ പുതിയൊരു മാസ്ക് എടുക്കാൻ പോകണ്ട. ഈ മൾട്ടി പോളിയാണ് ആഡ് ചെയ്തെങ്കിൽ ഇവിടെ വന്നിട്ട് സ്പ്ലൈനും പോളിഗണും ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ പോളിഗൺ തന്നെ ആഡ് ചെയ്യാണ്. സ്പ്ലൈനൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അറിയില്ലെങ്കിൽ കമൻറ്റ് ചെയ്യാം, നമുക്ക് അതിനെപ്പറ്റി വീഡിയോ ചെയ്യാം കേട്ടോ. കണ്ടോ, ഇത് തുടങ്ങിയ സ്ഥലത്ത് തന്നെ വന്ന് എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഷേപ്പ് കിട്ടി. അപ്പോൾ ഇതേപോലെ ഇനി വേണമെങ്കിൽ എന്ത് ചെയ്യണം? ഇനിയും പോളിഗൺ ആഡ് ചെയ്യുക. അതേപോലെ ഓരോരോ പോളിഗണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സോഫ്റ്റ് എഡ്ജിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഇപ്പോൾ ലൈറ്റൊക്കെ കത്തുന്ന പോലത്തെ എഫക്റ്റുകളൊക്കെ കൊണ്ടുവരണമെങ്കിൽ ഇതേപോലെ ചെയ്താൽ മതി. എന്ത് ചെയ്യാം? ബാക്ക്ഗ്രൗണ്ടിൽ ക്ലിക്ക് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ടിന് ഒരു ഓറഞ്ച് കളറിലേക്ക് കൊണ്ടുവരാം. പിന്നെ അതിൻ്റെ സോഫ്റ്റ് എഡ്ജ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുക. കണ്ടോ, അപ്പോൾ നമുക്കൊരു ബൾബിൻ്റെ അകത്തൊക്കെ ഇതിനെ കൊണ്ടുവച്ച് കഴിഞ്ഞിട്ട് ആ ബൾബ് ഏത് കളറിലാണോ കത്തുന്നത് ആ കളറിലേക്ക് കൊണ്ടു കഴിഞ്ഞാൽ അതിന് ചുറ്റിലും ഒരു ലൈറ്റൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ അതിൻ്റെയൊക്കെ വീഡിയോ വേറെ ചെയ്തിട്ടുണ്ട്. സിമ്പിളായിട്ട് ഈ നോഡുകൾ ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുക എന്നുള്ളത് ജസ്റ്റ് പറയാൻ വേണ്ടിയാണ് ഇവിടെ പറഞ്ഞത്. മൾട്ടിപോളിയിൽ നമുക്ക് എത്ര പോളിഗൺ മാസ്കുകൾ വേണമെങ്കിലും ആഡ് ചെയ്യാം. ഓക്കെയാണ്. ഇനി ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ടിലേക്ക് വേറൊരു ബാക്ക്ഗ്രൗണ്ട് മിക്സ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് 1 പിന്നെ 2 3 ഞാൻ ഇവിടേക്ക് ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇത് ഓരോന്നോരോന്ന് മെർജ് ചെയ്യണമെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഓരോന്ന് കണക്ട് ചെയ്ത് ഒരു മെർജ് ആഡ് ചെയ്തു, പിന്നെ ഒരു മെർജ് ആഡ് ചെയ്തു, പിന്നെ ഒരു മെർജ് ആഡ് ചെയ്തു. ഇങ്ങനെ കൂടുതൽ മെർജുകൾ ഇങ്ങനെ വരുന്നതിന് പകരം നമുക്ക് ഇതിനൊക്കെ ഒരൊറ്റ മെർജിൻ്റെ അകത്തേക്ക് കൊണ്ടുവരാം. അതിന് നമ്മൾ എന്താ ചെയ്യുന്നത് അറിയോ? ഇവിടെ തന്നെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മൾട്ടി മെർജ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. മൾട്ടി മെർജ് ഇതിനെ എവിടേക്ക് ആഡ് ചെയ്യാം? ഈ ഒരു പോയിന്റിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കണക്ഷൻ വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് കൊടുക്കാം. 1 2 കൊടുത്തിട്ട് ഞാൻ ഈ മെർജിൻ്റെ അകത്ത് മീഡിയ ഔട്ടാണ്. ബാക്കി കണ്ടോ 1 2 നമ്മൾ IC ചിപ്പൊക്കെ കണക്ട് ചെയ്യുന്ന പോലെ ഇഷ്ടംപോലെ നോഡുകൾ ഇതിൻ്റെ അകത്ത് ബാക്ക്ഗ്രൗണ്ട് മാത്രമല്ല കേട്ടോ, ഏത് നോഡും ഈ മൾട്ടി മെർജിൻ്റെ അകത്ത് കണക്ട് ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് ഇത് കാണിച്ചു തരുന്നതേ ഉള്ളൂ. കണ്ടോ, ഇത്രയും സംഭവങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു നോഡാണ് മൾട്ടി മെർജ് നോഡ്. നമുക്ക് ഇതേപോലെ ലെയറുകൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കണമെങ്കിൽ ഇതേപോലെ അറേഞ്ച് ചെയ്ത് വെക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ മൾട്ടി മെർജ്. നമുക്ക് ഏത് മുകളിൽ വരണം, ഏത് താഴെ വരണം, ഏത് ഓഫ് ചെയ്യണം, ഓൺ ചെയ്യണം എന്നൊക്കെ നമുക്ക് ഇവിടെ തീരുമാനിക്കാൻ പറ്റും. നല്ല അടിപൊളി ലെയറാണല്ലേ, നല്ല അടിപൊളി നോഡാണല്ലേ. അടുത്തൊരു നോഡാണ് ട്രാൻസ്ഫോം നോഡ്. നിങ്ങൾക്ക് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ടോ, നിങ്ങൾക്ക് അറിയാവുന്ന ഒരു നോഡാണല്ലേ ട്രാൻസ്ഫോം നോഡ്. ട്രാൻസ്ഫോം നോഡ് നമുക്ക് സെർച്ച് ചെയ്തെടുക്കാം, ഇല്ലെങ്കിൽ ഇതേപോലെ ജസ്റ്റ് ആഡ് ചെയ്ത് വെക്കാം. ട്രാൻസ്ഫോം നോഡ് എന്തിനാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്? നമ്മുടെ എന്തെങ്കിലും ഇമേജ് ഉണ്ടെങ്കിൽ നോക്കിക്കോ, ഞാൻ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ എനിക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ഇവിടെ പറ്റില്ല അല്ലേ. എന്തെങ്കിലും ചെറുതാക്കിയോ വലുതാക്കിയോ ചെയ്യണമെങ്കിൽ ഈ ഓപ്ഷനിലൊന്നും വരില്ല, ഏത് നോഡായാലും. അപ്പോൾ അതിനെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്യാനാണ് ട്രാൻസ്ഫോം നോഡ്. ട്രാൻസ്ഫോം നോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ
പൊസിഷൻ, ഇവിടെ പൊസിഷൻ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാം. സൈസ് ഇതേപോലെ അറേഞ്ച് ചെയ്ത് വെക്കാം. ആംഗിള് അതുപോലെ ഫ്ലിപ്പ് എല്ലാ കാര്യങ്ങളും ഇവിടെ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. ആസ്പെക്ട് റേഷ്യോ കണ്ടോ, എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കാനുള്ള ആളാണ് ട്രാൻസ്ഫോം നോഡ്. അതിനെപ്പറ്റി കൂടുതൽ പറയണ്ടല്ലോ, നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. ഓക്കെ, അതാണ് ട്രാൻസ്ഫോം നോഡ്. ഇനി നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്, അടിപൊളി ഒരു ഓപ്ഷനാണ്. മെർജ് പോലെ തന്നെയുള്ള സംഭവമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരെണ്ണത്തും കൂടെ എവിടേക്ക് ആഡ് ചെയ്തു. ഇതിനകത്ത് റെഡ് കളർ, മറ്റേതിൽ ബ്ലാക്ക് കളർ കൊടുത്തു കേട്ടോ. എന്നിട്ട് വേണമെങ്കിൽ ഒരെണ്ണം കൂടി ഞാൻ ആഡ് ചെയ്യാണ്. അതിന് ഗ്രീൻ കളർ കൊടുത്തു. അപ്പോൾ നമ്മളിതൊന്നും വിശദമായിട്ട് പറയാത്ത, നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ മെർജ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യണമെന്ന് അറിയോ, ഈ ഫസ്റ്റ് കാണുന്ന ബാക്ക്ഗ്രൗണ്ടിൽ ക്ലിക്ക് ചെയ്യുക, ഷിഫ്റ്റ് സ്പേസ് അടിക്കുക. ഇവിടേക്ക് നമ്മൾ സ്വിച്ച് എന്ന് പറഞ്ഞ നോഡ് ആഡ് ചെയ്ത്, പുതിയ വേർഷനിലാണ് വരുന്നത്, അതുപോലെ പെയ്ഡ് വേർഷനിൽ മാത്രമാണ് സ്വിച്ച് വരുന്നത് എനിക്ക് തോന്നുന്നത് കേട്ടോ. സ്വിച്ച് നോഡ് ആഡ് ചെയ്ത് ഇനി ഇതിൻ്റെ അകത്ത് എത്ര പോയിന്റുകൾ ആഡ് ചെയ്യണമെന്നാണ്. അപ്പോൾ നമുക്കിവിടെ 2 നോഡുകളേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 2 ഇവിടേക്ക് കണക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. 1 കണക്ട് ചെയ്തു, 2 കണക്ട് ചെയ്തു. രണ്ടാമത്തെ കണക്ട് ആകാത്ത എന്താണെന്ന് അറിയാം, ഇവിടെ 2 ഓൾറെഡി കണക്ട് ആയി. അപ്പോൾ എന്ത് ചെയ്യണം, സ്വിച്ചിൽ വരിക, ഇതിൻ്റെ കോൺഫിഗിൽ വരിക, ഇവിടെ 3 കൊടുക്കുക. അപ്പോൾ 3 അല്ലേ, 4, 5, 6 അങ്ങനെ എത്ര എണ്ണം വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. തൽക്കാലം ഞാൻ 3 കൊടുത്തു, എന്നിട്ട് ഇവിടേക്ക് കണക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു ഔട്ടും 3 ഇൻപുട്ടും ഈ സ്വിച്ചിലുണ്ട് അല്ലേ. ഇനി ഞാനിവിടെ കൺട്രോൾസിൽ വന്നു കഴിഞ്ഞാൽ നോക്കിക്കോ, ഇൻപുട്ട് മാറുന്നത് കണ്ടോ. ഇനി ബാക്ക്ഗ്രൗണ്ട് 3ക്ക് പച്ച കളറല്ലേ. അപ്പോൾ സ്വിച്ചിൽ വന്നിട്ട് ഇതേപോലെ നമുക്ക് മാറ്റിയിട്ട് ഏതാണോ വേണ്ടത്, ഇപ്പോൾ കുറേ ഇൻപുട്ടുകളാണെന്ന് പറയാം, കുറേ വീഡിയോസ് ആണെങ്കിലും ഈ സ്വിച്ചിൽ കണക്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഓരോന്നോരോന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ ഇങ്ങനെ മാറ്റി നോക്കിയാൽ മതി. എൻ്റെ ഏതാണോ നമുക്ക് വേണ്ട ആ സ്വിച്ചിൽ അങ്ങനെ ഇട്ടാൽ മതി. അടിപൊളി ഒരു ഓപ്ഷനാണ് ഈ സ്വിച്ചിങ് നോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മെർജിനേക്കാളും അടിപൊളിയാണ് ഈ സ്വിച്ചിങ് നോഡ്. ഓക്കെ അല്ലേ. പിന്നെ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്ത ശേഷം ഒരുപാട് നോഡുകൾ വരികയാണ്, താഴേക്ക് കൺഫ്യൂഷൻ ആവുകയാണ് ഇവിടെ കിടന്നിട്ട്. അപ്പോൾ എനിക്ക് ഔട്ട് കുറച്ച് താഴേക്ക് വെച്ച ശേഷം ഔട്ടിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് ഷിഫ്റ്റ് സ്പേസ് അടിച്ച് വയർലെസ് എന്ന് പറഞ്ഞ നോഡിന് ആഡ് ചെയ്യുക. ഔട്ടിൽ മാത്രമല്ല കേട്ടോ, ഏത് നോഡിൻ്റെ ബാക്കിലായിട്ടും ആഡ് ചെയ്യുക. വയർലെസ് ഞാൻ ഇവിടേക്ക് ആഡ് ചെയ്ത ശേഷം ഞാൻ ഈ വയർലെസ്സിൽ ക്ലിക്ക് ചെയ്ത് ഇൻസ്പെക്ടറിൻ്റെ അകത്തേക്ക് സ്വിച്ചിനെ ഇവിടെ നിന്ന് ഡ്രാഗ് ചെയ്ത് ഈ ഇൻപുട്ട് എന്നുള്ള ഇവിടേക്ക് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, വയർലെസ്സിൽ ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കണക്ട് ആയി. സംശയം ഉണ്ടെങ്കിൽ സ്വിച്ചിൽ നോക്കിയോ, സ്വിച്ചിൽ ഞാൻ ഇൻപുട്ടൊക്കെ മാറ്റുന്ന സമയത്ത് ഔട്ടിൽ കറക്റ്റായിട്ട് അത് കാണാൻ പറ്റും. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഓപ്ഷനാണ്, നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുവെക്കാം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇതിൻ്റെ ഇടയ്ക്ക്, അതായത് ഈ ബാക്ക്ഗ്രൗണ്ടും ഈ സ്വിച്ചും തമ്മിൽ കണക്ഷൻ കൊടുക്കാൻ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, ഈ സ്വിച്ചിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഷിഫ്റ്റ് സ്പേസ് അടിച്ച് അവിടെ വയർലെസ് നോഡിനെ ആഡ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുക, വയർലെസ് എടുത്ത് ഞാൻ സ്വിച്ചിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബാക്ക്ഗ്രൗണ്ടിനെ ഡ്രാഗ് ചെയ്ത് ഇൻപുട്ടിലേക്ക് കൊടുത്താൽ മതി, അല്ലെങ്കിൽ അതിൻ്റെ പേര് അവിടെ എഴുതി കൊടുത്താൽ മതി. കണ്ടോ, അത് അവിടെ കണക്ട് ആയി. ഇനി ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും മാറ്റം വരുത്തുകയാണെങ്കിൽ നോക്കിയോ, ഇവിടെ കണക്ഷൻ ഒന്നും ഇല്ല കേട്ടോ. എന്നാലും ഈ ഔട്ടിൻ്റെ അകത്ത് അത് വരും, കാരണം ഇവിടെ നിന്ന് ഇങ്ങോട്ട് വയർലെസ് ആയി, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വയർലെസ് ആയി. നമ്മുടെ മൊബൈലൊക്കെ പോലെ റെഡ് കളർ കൊടുക്കുമ്പോൾ കണ്ടോ, അത് ഔട്ടിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ അതാണ് വയർലെസ് നോഡ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഒരു നോഡാണ്. ഓക്കെ, ഇനി നമുക്ക് വേണ്ട ഒരു അടിപൊളി നോഡാണ് ടെക്സ്റ്റ് നോഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ വീഡിയോയിലും അറിയാം, എന്നാലും ചിലപ്പോൾ ന്യൂബി പുതിയ ആളുകൾക്ക് സംശയം ഉണ്ടാവും. ഇവിടുന്ന് ടെക്സ്റ്റ് നോഡ്, ടെക്സ്റ്റ് പ്ലസ് എന്ന് പറഞ്ഞ നോഡ് ഇവിടേക്ക് ആഡ് ചെയ്യണം. ഇല്ലെങ്കിൽ ഷിഫ്റ്റ് സ്പേസ് ടെക്സ്റ്റ് സെർച്ച് ചെയ്താൽ ടെക്സ്റ്റ് പ്ലസ് എന്ന് കാണാൻ പറ്റും, അതിനെ ആഡ് ചെയ്യാം. ഞാൻ ഇവിടുന്ന് ഔട്ടിലേക്ക് കണക്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന നോഡാണ് അല്ലേ ടെക്സ്റ്റ്. അപ്പം കൂടുതൽ അധികം ഒന്നും പറയാനില്ല. എന്നാൽ ഇതിനകത്ത് ഞാൻ വേറൊരു കാര്യം പറയാനാണ് ടെക്സ്റ്റ് ആഡ് ചെയ്തേക്കുന്നത്. ടെക്സ്റ്റ് ഞാൻ ഇവിടേക്ക് ആഡ് ചെയ്തു, കുറച്ച് വലുതാക്കി വെച്ചു. ഞാൻ ടെക്സ്റ്റിന് എനിക്കൊരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കണം. നമ്മൾ ഇത്രയും നേരം ആഡ് ചെയ്ത് അതേ ബാക്ക്ഗ്രൗണ്ട് തന്നെ എടുത്തു, ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കണക്ട് ചെയ്തു. എന്നിട്ട് സ്വാപ്പ് ഇൻപുട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് മെർജിൻ്റെ അകത്ത് കേട്ടോ. മെർജിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് സ്വാപ്പ് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിലുള്ളവൻ മുന്നിൽ വരും, മുന്നിലുള്ളവൻ ബാക്കിൽ പോകും. കണ്ടോ, ഇവിടെ തിരിഞ്ഞു അല്ലേ, കണക്ഷൻ ടെക്സ്റ്റ് ബാക്കിലായിരുന്നു, അത് ഫ്രണ്ടിലേക്ക് വന്നു. കൂടുതൽ പറയുന്നില്ല, നമ്മൾ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം. പക്ഷേ ഇതിന് പകരം ഞാൻ വേറൊരു ഓപ്ഷൻ കാണിച്ചു തരട്ടെ. ഓക്കെ, ഇങ്ങനെ കണക്ട് ചെയ്യാം. പിന്നെ ഞാൻ വേറൊരു ഓപ്ഷൻ കാണിച്ചു തരട്ടെ. ടെക്സ്റ്റിൻ്റെ അകത്ത് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അറിയാലോ, കളർ മാറ്റാൻ ഇവിടെ ചെയ്യാൻ ഫോണ്ട് ബോൾഡൊക്കെ ഇവിടെ മാറ്റാം. അതിനെക്കുറിച്ചല്ല ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ ടെക്സ്റ്റിൻ്റെ അകത്ത് ഞാൻ ഷിഫ്റ്റ് സ്പേസ് അടിച്ച് ഡിസ്പ്ലേ എന്നൊന്ന് അടിക്കുകയാണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നോഡ് കിട്ടും. ഡിസ്പ്ലേ എന്ന് അടിച്ച് കഴിഞ്ഞാൽ തന്നെ ഡിസ്പ്ലേസ് എന്ന് പറഞ്ഞാൽ നോഡ് കിട്ടും. ഡിസ്പ്ലേസിനെ ഇവിടേക്ക് ആഡ് ചെയ്യുക. ഡിസ്പ്ലേസ് 3D ഉണ്ട്, അതല്ല ഡിസ്പ്ലേസ് കേട്ടോ. ആഡ് ചെയ്ത ശേഷം ഈ ഡിസ്പ്ലേസിൻ്റെ ഇവിടേക്ക് ഞാനൊരു നോഡിനെ ആഡ് ചെയ്യാണ്. ഇപ്പോൾ നമുക്ക് ഇവിടെ പഠിക്കാൻ അടുത്ത നോഡാണ് ഡിസ്പ്ലേസ് കേട്ടോ. അതിൻ്റെ അടുത്ത നോഡാണ് നമ്മൾ ഈ കാണുന്നത് ഫാസ്റ്റ് നോയ്സ് എന്ന് പറഞ്ഞ നോഡ്. ഫാസ്റ്റ് നോയ്സ് അറിയാലോ, നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ നോഡ് ഉണ്ട്. ഷിഫ്റ്റ് സ്പേസ് അടിച്ച് ഫാസ്റ്റ് നോയ്സ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. അത് ഞാൻ ഈ ഡിസ്പ്ലേസിൻ്റെ പച്ച കണക്ടറിലേക്ക് കണക്ട് ചെയ്യും. ഇനി ഞാൻ ഈ ഫാസ്റ്റ് നോയ്സിൽ വന്ന ശേഷം ഇവിടെ സീത്ത് റേറ്റ് കുറച്ച് മുന്നോട്ടേക്ക് കയറ്റി വെക്കുകയാണ്. അതുപോലെ ഡിസ്പ്ലേസ് എന്ന് പറഞ്ഞ ഓപ്ഷന് ഇത്തിരി ഓഫ്സെറ്റും സ്ട്രെങ്ത്തും ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണ്. നോക്കി കേട്ടോ, അവിടെ ലൈറ്റ് പവർ എന്നുള്ള ഒരു സംഭവം ഓണാക്കി വെക്കുകയാണ്. ഇപ്പം ഞാനൊന്ന് പ്ലേ ചെയ്യുക, ജസ്റ്റ് പ്ലേ ചെയ്യുക. കണ്ടോ, ടെക്സ്റ്റിന് ഒരു ആനിമേഷൻ വന്നേക്കുന്നത്, അത് ഡിസ്പ്ലേസിൻ്റെ അകത്ത് നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. കണ്ടോ, അതുപോലെ അതിൻ്റെ സ്ട്രെങ്ത്ത് കൂട്ടിക്കഴിഞ്ഞാൽ ഇതേപോലെ വെള്ളത്തിലൊക്കെ കിടന്ന് ടെക്സ്റ്റ് ഇളകുന്ന പോലെ എഫക്റ്റുകളൊക്കെ ചെയ്യണമെങ്കിൽ കണ്ടോ, ഇതേപോലത്തെ എഫക്റ്റുകളൊക്കെ ചെയ്യാം. ടെക്സ്റ്റിനെ വലിപ്പം കുറയ്ക്കണമെങ്കിൽ ടെക്സ്റ്റ് തന്നെ വന്നിട്ട് കുറച്ച് വെക്കാം. പിന്നെ ഈ മൂവ്മെൻറ്റ് ഉണ്ടല്ലോ, അത് നമുക്ക് സീത്ത് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. കണ്ടോ, സീത്ത് റേറ്റ് കൊടുക്കുന്നത്, അതായത് മൂവ്മെൻറ്റ് കൊടുക്കുന്ന ഫാസ്റ്റ് നോയ്സ് ആണ്. അതിൻ്റെ
ഈ ഒരു എഫക്റ്റ് കൊടുക്കുന്നത് ഓഫ്സെറ്റ് ആണ്. ഇത് രണ്ടിനും കോമ്പിനേഷനോട് കൂടി നമുക്ക് ഇങ്ങനെ ഒരു സംഭവം ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ ഒരു വാട്ടർ ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും അല്ലേ. ഇനി അടുത്തൊരു നോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളർ ഗ്രേഡ് ചെയ്യാനുള്ള നോഡാണ്. നമുക്ക് ഫ്യൂഷൻ്റെ അകത്ത് തന്നെ കളർ ഗ്രേഡ് ചെയ്യാം. ചില സമയത്ത് ചെറിയ കളർ ഗ്രേഡ് ഒക്കെ ചെയ്യേണ്ടി വരും അല്ലേ. അങ്ങനെ സമയങ്ങളിൽ ഈ ഒരു നോഡ് യൂസ് ചെയ്യാം. ഞാൻ ഇവിടേക്ക് തൽക്കാലം ഒരു പിക്ചർ വെറുതെ ആഡ് ചെയ്യാണ്. എന്നിട്ട് അത് ഔട്ടിലേക്ക് കണക്ട് ചെയ്തു. ഇതിനൊന്ന് ഗ്രേഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് സാധാരണ കളർ ഗ്രേഡിലേക്ക് പോകണം അല്ലേ. അതിന് പകരം എന്ത് ചെയ്യാം, ഇവിടെ വന്നു കഴിഞ്ഞാൽ കളർ കറക്ഷൻ എന്ന് പറഞ്ഞ നോഡ് കാണാൻ പറ്റും അല്ലേ. ഇല്ലെങ്കിൽ ഷിഫ്റ്റ് സ്പേസ് എടുക്കുക, കളർ കറക്ഷൻ എന്ന് ടൈപ്പ് ചെയ്യുക. കളർ കറക്റ്റർ എന്നാണ്, കളർ കറക്റ്റർ എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇതിൽ വേണമെങ്കിൽ ഇവിടെ ചെറിയ ഗ്രേഡുകളൊക്കെ ചെയ്യാം. കണ്ട ഇങ്ങനെ ഒരു ചുവന്ന കാർഡാക്കി മാറ്റണമെങ്കിൽ ഇതേപോലെ ഹ്യൂവിലാണ് കാര്യമായിട്ട് മാറ്റം വരുന്നത്. കളർ ഗ്രേഡ് ചെയ്തു. നമുക്കിവിടെ ഹ്യൂവിൻ്റെ അകത്ത് മാറ്റങ്ങൾ വരുത്തിയിട്ട് നല്ല അടിപൊളി സംഭവങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരാം. ഒരു പിങ്ക് ഫോറസ്റ്റ് ആയി. ഇതിൻ്റെ കോൺട്രാസ്റ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം, ഗെയിൻ അഡ്ജസ്റ്റ് ചെയ്യാം, ലിഫ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. കണ്ടോ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യാം. അതേപോലെ കളർ ഇപ്പോൾ മാസ്റ്ററിലാണോ അല്ലെങ്കിൽ ഷാഡോ ഏരിയയിൽ മാത്രമാണോ അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. ഷാഡോ ഏരിയയിൽ ഇതേപോലെ ഒരു കളർ ഞാൻ വേറെ കൊടുത്തു. പിന്നെ ഹൈലൈറ്റഡ് ഏരിയയിൽ എനിക്ക് ചെറിയൊരു ഗ്രേഡ് വേറെ കൊടുക്കണമെങ്കിൽ കണ്ട ഇതേപോലെ ഗ്രേഡ് കൊടുക്കാം. പിന്നെ ഹൈലൈറ്റ് പിന്നെ മിഡ് ടോണിൻ്റെ അകത്ത് വേണമെങ്കിൽ മിഡ് ടോണിൻ്റെ അകത്തും ഇതേപോലെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ആഡ് ചെയ്ത നോഡിൻ്റെ കളറല്ല വരുന്നത്, വേറൊരു ടൈപ്പ് ഗ്രേഡ് ഇവിടെ നമുക്ക് കിട്ടും. കണ്ടോ ഇതേപോലെയൊക്കെ നമുക്ക് ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകൾ എല്ലാ ഷെയ്ഡേഴ്സിലും ഒക്കെ കൊടുക്കാം കേട്ടോ. ഷെയ്ഡേഴ്സിലും ഹൈലൈറ്റിലും ഒക്കെ കൊടുക്കാം കേട്ടോ. ഫ്യൂഷൻ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, അതായത് ഡാവിഞ്ചി റിസോൾവ് മൊത്തത്തിൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്കൊരു പെയ്ഡ് കോഴ്സ് ഉണ്ട്, വെബ്സൈറ്റ് ത്രൂ ആണ് അത് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അതേപോലെ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഈ നമ്പറിൽ ഇത് സെയിം നമ്പർ തന്നെയാണ് കേട്ടോ. ഇതിൽ മെസ്സേജ് അയച്ചാലും മതി. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ 10 നോഡുകൾ. ഞാൻ ചെയ്തു വന്നപ്പോഴേക്കും 16 നോഡൊക്കെ ചെയ്തു പോയിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ പാർട്ട് 2 ആയിട്ട് ഇതിൻ്റെ ബാക്കിലായിട്ട് ആഡ് ചെയ്യും കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് ആഡ് ചെയ്യും. അപ്പോൾ ഈ ഒരു 10 നോഡുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, അറിയാവുന്നതാണെങ്കിലും അറിയാത്തതാണെങ്കിലും ഒരു ലൈക്ക് തരിക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നല്ല കമൻറ്റുകൾ ഇടുക. പിന്നെ എന്താണ് കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അടുത്ത പ്രാവശ്യം കാണുന്നവരെ ബൈ.